الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതാണ് നമ്മുടെ സമ്പൂർണ്ണ മാതൃക. ഉസ്വത്തുൻ ഹസന എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പദപ്രയോഗം. അവിടുന്ന് വളരെയേറെ ശ്രദ്ധിച്ച ഒരു മാസമാണ് ഷാബാൻ മാസം. കാരണം അതിമഹത്തായ ഷഹറുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം ഇന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഷാബാൻ മാസം. അതുകൊണ്ട് അവിടുന്ന് ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ഷാബാൻ മാസത്തിലായിരുന്നു. ധാരാളം വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും ദീനിയായ മറ്റ് കാര്യങ്ങളും അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഷാബാൻ മാസത്തിൽ. അപ്പോൾ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കും മുമ്പുള്ള മാസം പോലും അതിഗൗരവത്തോടുകൂടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുവെങ്കിൽ റമളാനിലേക്ക് പ്രവേശിക്കാൻ നാം ഒക്കെ എത്രമാത്രം മാനസികമായി ആഗ്രഹിക്കുന്നു, എത്രമാത്രം നാം ഒരുങ്ങിയിട്ടുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുമായി വെച്ച് പരിശോധിക്കുവാനും എന്നിട്ട് റമളാനിലേക്ക് പ്രവേശിക്കുവാൻ മാനസികമായി തയ്യാറെടുക്കാനും നമുക്ക് സാധിക്കണം. കാരണം സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന ഇബാദത്താണ് റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത്. അതിരറ്റ സന്തോഷത്തിന് നമുക്ക് വക നൽകുന്നതാണ്. കാരണം റമളാൻ എന്ന ഒരു മാസം ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവർക്കും പ്രത്യേകമായ ഒരു ശ്രദ്ധയോടുകൂടി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ, പള്ളികളിൽ രാത്രി കഴിച്ചുകൂട്ടാൻ, ക്ഷീണം നിറഞ്ഞ നോമ്പിന് ശേഷം വീണ്ടും ദീർഘമായ തറാവീഹുകളിൽ പങ്കെടുക്കാൻ, പാപമോചനം നേടിയെടുക്കാനൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള അതിമഹത്തായ അവൻ്റെ കാരുണ്യമാണ് റമളാൻ. മാത്രമല്ല ഇസ്ലാം നിൽക്കുന്ന 5 സ്തംഭങ്ങൾ,
ആ പഞ്ചസ്തംഭങ്ങളിൽ 365 ദിവസവുമുള്ള 5 നേരത്തെ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞ ഇബാദത്ത്, നമുക്കൊക്കെ ലക്ഷങ്ങൾ മുടക്കി പോകേണ്ടുന്ന ഹജ്ജിനോട് ചേർത്ത് പറഞ്ഞ ഇബാദത്ത്, ഓരോ വർഷം പൂർത്തിയാകുമ്പോഴും സമ്പത്തിനാകട്ടെ, കച്ചവടത്തിനാകട്ടെ, സ്വർണത്തിനാകട്ടെ, നാം നൽകേണ്ടുന്ന സക്കാത്തിനോട് ചേർത്ത് പറഞ്ഞ, കലിമത്തു തൗഹീദിനോട് ചേർത്ത് പറഞ്ഞ ഇബാദത്ത്, ഒരൊറ്റ മാസത്തെ ഇബാദത്ത് 365 ദിവസത്തെ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രയാണ്! അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം നാം ഉൾക്കൊള്ളുകയും നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരങ്ങളിലും ഇതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് മതപരമായി നമുക്ക് സന്തോഷം നൽകേണ്ടുന്ന സുപ്രധാനമായ ഒരു ദൗത്യമാണ്. എന്തുകൊണ്ട് റമളാൻ? ഈ നോമ്പ് 30 ദിവസത്തെ 29 ദിവസത്തെ നോമ്പ് ശഅബാനിലാകുമായിരുന്നു, അതല്ലെങ്കിൽ ശവ്വാലിലാകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായത് ആ മാസങ്ങളിലായിരുന്നുവെങ്കിൽ, അപ്പോൾ എന്തുകൊണ്ട് റമളാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നോമ്പ്, എന്തുകൊണ്ട് റമളാൻ? ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മെ നാമാക്കുന്ന വിശുദ്ധ ഖുർആൻ, ഹുദൻ ലിന്നാസ്, നമുക്കുള്ള മാർഗദർശനമായ വിശുദ്ധ ഖുർആൻ, കാരുണ്യമായ വിശുദ്ധ ഖുർആൻ, ഷിഫ, മനുഷ്യർക്കുള്ള ഷിഫ, ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ഷിഫയായി, ശമനമായി വിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നതാണ് ആ മാസത്തിൽ നോമ്പ് നോൽക്കാനുള്ള കാരണം, അതിനുള്ള നന്ദി എന്ന രൂപത്തിൽ. ഇനി റമളാനിൽ നോമ്പ് നോറ്റാൽ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ എന്ന് പറഞ്ഞ് നേരെ അതിൻ്റെ പ്രതിഫലം പറഞ്ഞില്ല. 2 കണ്ടീഷൻ അവിടെ എടുത്തു പറഞ്ഞു. ഒന്ന്, മൻ സ്വാമ റമളാന ഈമാനൻ, ഈമാനോടുകൂടിയുള്ള നോമ്പ്, തീർന്നില്ല. വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടിയുള്ള നോമ്പ്. ഈ 2 കാര്യങ്ങൾ യോജിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റാൽ, അപ്പോൾ നോമ്പ് വരുമ്പോൾ വരും, കഴിഞ്ഞ 48 വർഷങ്ങളായി ഇന്ന് വ്യക്തി, ഒരു അമുസ്ലിമിൻ്റെ പേരുണ്ടാകും, അദ്ദേഹം നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു. വാർത്തയാണ്, പക്ഷെ അദ്ദേഹത്തോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടില്ല. നോമ്പ് നോൽക്കാൻ പറഞ്ഞത് ഈമാനുള്ളവരോടാണ്. അള്ളാഹുവിൽ, ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്ന, അവൻ നിശ്ചയിച്ച പരലോകത്തിൽ വിശ്വസിക്കുന്ന, അവനയച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന, മലക്കുകളിൽ വിശ്വസിക്കുന്ന, അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അംഗീകരിക്കുന്നവർക്കാണ് നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. ഇപ്പം ജനങ്ങളെ നോമ്പ് നിർബന്ധമാക്കിയില്ല, ജനങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല, ജനങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കാണ് നോമ്പ്. അപ്പം അതുകൊണ്ട് ഈമാൻ ഉണ്ടാകണം, നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, അതിൻ്റെ പ്രതിഫലനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ. 2, കൂലി കിട്ടാനുള്ള ആഗ്രഹം, അതാണ് വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി ആയിരിക്കണം നോമ്പ് നോൽക്കേണ്ടത്. എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും. അപ്പോൾ എന്തിനാണ് നോമ്പ്? നോമ്പ് പാപമോചനത്തിന് വേണ്ടിയാണ്. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ മുകഫിറാത്തും മാ ബൈനഹുൻ, അതിനിടക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ റമളാൻ മതി. നോക്കൂ, റമളാനിൻ്റെ പവർ എത്രയാണ്. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ എനിക്ക് തെറ്റുകൾ ചെയ്യാം, കാരണം പൊറുക്കാൻ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, അതല്ല ഈ പറഞ്ഞത്. അങ്ങനെയുള്ള തെറ്റുകളല്ല പൊറുക്കുക, അത് ബോധപൂർവം ചെയ്യുന്നതാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലുമൊക്കെ
ആ വ്യക്തിയിൽ തെറ്റുകളും കുറ്റങ്ങളും വന്നു പോകും. ആ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള പാപങ്ങൾക്ക് അത് മതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞു, വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ. വൻ പാപങ്ങൾ മദ്രസയിൽ നമ്മൾ 7 എണ്ണി പഠിച്ചു. ചില ഹദീസുകളിൽ അതിനേക്കാൾ കൂടുതൽ വൻ പാപങ്ങളുണ്ട്. അപ്പോൾ ആ വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ മറ്റു പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ആ റമളാൻ നോമ്പ് നോറ്റു എന്നതുകൊണ്ട് പുറത്തു കൊടുക്കും എന്ന് പഠിപ്പിച്ചു. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ പറഞ്ഞൊരു സംഭവം ഹദീസുകളിൽ കാണാം. റസൂലുള്ള മിമ്പറിലേക്ക് കയറി 3 കാര്യങ്ങൾക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. സ്വഹാബികൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല. പലപ്പോഴും ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ. മലക്കിൻ്റെ തനതായ രൂപത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മലക്കിനെ കണ്ടിട്ടുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തനത് രൂപത്തിൽ വന്നു. എന്നിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അതിൽ ഒന്ന് നമ്മുടെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്നതാണ്. അടുത്ത ആഴ്ചയിൽ നോമ്പ് തുടങ്ങും മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും നമ്മുടെ മാതാപിതാക്കളും കുടുംബ ഗ്രൂപ്പിലുമൊക്കെ അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പങ്കുവെക്കേണ്ടുന്ന കാര്യമാണത്. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പരിശുദ്ധമായ മലക്ക്? വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്ത മലക്കാണത്. ആ മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ബഅദമൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു എന്നാണ്. ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ. ആരാണ് ആ വ്യക്തി? അദ്റക റമളാൻ. ആ വ്യക്തിയുടെ അടുത്ത് റമളാൻ വന്നു, ഫലം യുഗ്ഫർ ലഹു, പക്ഷേ അവൾക്ക് പൊറുക്കപ്പെട്ടില്ല. ഇത് നമ്മെ നേരിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. റമളാൻ വന്നു, റമളാനിലേക്ക് വരുമ്പോൾ ലൈംഗികമായ തെറ്റുകൾ ജീവിതത്തിലുണ്ട്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക രംഗത്തുള്ള തെറ്റുകൾ ജീവിതത്തിലുണ്ട്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ ജീവിതത്തിലുണ്ട്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈലുമായി ബന്ധപ്പെട്ട വൃത്തികേടുകൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഉദാഹരണങ്ങൾ നമുക്ക് ലിസ്റ്റ് കൂട്ടിയെടുക്കാം. അങ്ങനെ ആ റമളാനിലേക്ക് പ്രവേശിച്ചു, റമളാൻ മുഴുവൻ കഴിഞ്ഞു. അതിനുശേഷം ആ വ്യക്തി ശവ്വാലിലേക്ക് അഥവാ പെരുന്നാളിലേക്ക് എത്തി. ആ പെരുന്നാളിലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. നേരത്തെ അന്യ പുരുഷന് മെസ്സേജ് അയക്കുന്നത് തുടരുന്നു. റമളാൻ ആയതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചതാ, തുടങ്ങി. അന്യ സ്ത്രീക്ക് മെസ്സേജ് അയക്കുന്നത് തുടരുന്നു. വ്യഭിചാരം തുടരുന്നു, സ്വർഗരതി തുടരുന്നു. സകാത്ത് കൊടുക്കാത്തത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ തന്നെ വണ്ടി മുന്നോട്ട് പോകുന്നു. അങ്ങനെ റമളാൻ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നു, ഫലം യുഗ്ഫർ ലഹു, പക്ഷേ ആ വ്യക്തിക്ക് പൊറുക്കപ്പെട്ടില്ല എങ്കിൽ ബഅദ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, എത്ര കാലമായി ഇവിടെ റമളാൻ കാണുന്നു. ആദ്യമായിട്ടപ്പോൾ ഈ റമളാൻ എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ആ റമളാൻ 2026 റമളാനിൽ ഉണ്ടാകുമോ 25 തന്നെ ഉണ്ടാകുമോ നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ അവസാനത്തെ റമളാനാകും നമ്മുടെ മുമ്പിൽ വരുന്നത്. എങ്കിൽ ആ റമളാൻ മതി. നമ്മൾ മനസ്സു കൊടുത്താൽ വരാനിരിക്കുന്ന ഒരൊറ്റ റമളാൻ മതി നമുക്ക് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. നമുക്ക് നല്ല മരണത്തെയും നല്ല ഖബർ ജീവിതത്തെയും എളുപ്പമുള്ള വിചാരണയെയും പരലോകത്ത് അമ്പിയാക്കന്മാരോടൊപ്പം ഒലിയാക്കന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിലെത്താൻ ഈ ഒരൊറ്റ റമളാൻ മതി മനസ്സ് കൊടുത്താൽ. അതുകൊണ്ടാണ് പരമ്പരാഗതമായി അങ്ങനെ അങ്ങോട്ട് റമളാനിലായി, നാളെ മുതൽ നോമ്പല്ലേ, പിന്നെ നോറ്റ് കളയാം. അവൾ ഒഴുക്കിലങ്ങോട്ട് എത്തിയതാ. ഒഴുക്കിലല്ല എത്തേണ്ടത്, മറിച്ച് ബോധപൂർവം എത്തണം. അതാ പറഞ്ഞത്, റമളാനിൽ നമ്മൾ ജീവിച്ചു എന്നത് പരലോകത്ത് നമുക്ക് ദോഷമായി മാറും. എങ്ങനെയാണെങ്കിൽ ഒരു റമളാൻ പടച്ചോൻ തന്നിട്ടും നമ്മൾ മാറിയില്ല, തെറ്റുകൾ അങ്ങനെ തന്നെ നിന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇദാ ദഖല റമളാൻ
ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ നന്മകളിലേക്കും മുന്നേറാൻ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള വമ്പിച്ച മാറ്റം ഒരു വിശ്വാസിയിൽ വരും. അഥവാ മാത്രമല്ല, മറ്റൊന്ന് വഉല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ 7 വാതിലുകളുണ്ട്. ആ വാതിലുകൾ അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ, മാറാൻ ഒരാൾ തീരുമാനിച്ചാൽ പടച്ചോൻ അതിലുള്ള തൗഫീക്ക് നൽകും. കാരണം ഷഹ്റും മുബാറക്കാണത്, അനുഗ്രഹീതമായ മാസമാണ്. മാത്രമല്ല പിശാചുക്കൾ ബന്ധിക്കപ്പെടും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങൾ ശത്രുവായി പ്രഖ്യാപിക്കണം. നമ്മുടെ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ കാരണക്കാരനാണ് പിശാച്. അവരോട് പറഞ്ഞത്, മാനഹാക്കുമാ, എന്തിനാ പടച്ചോ നിങ്ങളോട് ഈ ഒരു മരത്തോട് മാത്രം അടുക്കണ്ട എന്ന് പറഞ്ഞത്? അഥവാ നിങ്ങൾ ആ കായ്ക്കനി തിന്നാൽ ഒന്നുകിൽ മലക്കാകും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ ആ പിശാച് വഴിവേപ്പിക്കുക, നമുക്ക് ന്യായം പറഞ്ഞുതരും. അങ്ങനെയാണ് അവർ ആ കായ്ക്കനി ഭക്ഷിച്ചത്. ഹിബിതു മിൻഹാ ജമിയ, സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടതും. അപ്പോൾ പിശാചിൻ്റെ കെണി, അതിൽ നിന്നും രക്ഷപ്പെടാൻ ബോധപൂർവം നമ്മൾ അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ കയർ മുറുകെ പിടിക്കണം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാം ഇറക്കിത്തരുന്ന ആ ഹിദായത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ഫമൻ തബിയ ഹുദായ, ആ ഹിദായത്തിന് ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശുദ്ധ ഖുർആനാകുന്ന വഹയ്, റസൂലുള്ളാഹിയുടെ ഹദീസാകുന്ന വഹയ്, ഖുർആനും സുന്നത്തും അതനുസരിച്ച് നിലകൊണ്ടാൽ പിന്നെ ഒരു പിശാചിനെയും പേടിക്കണ്ട, ഒരു സാഹിറിനെയും പേടിക്കണ്ട, ഒരു ജിന്നുബാധയും പേടിക്കേണ്ടതില്ല. ആ ദിക്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മൾ മുറുകെ പിടിച്ചാൽ എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. അതുകൊണ്ട് പിശാചാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ കാരണം എന്നതുകൊണ്ട് തന്നെ ആ പിശാചിനെതിരെയുള്ള നിലപാട് അള്ളാഹുവിൻ്റെ കലാമിലൂടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. വനാദാ മുനാദിൻ, നോമ്പ് വരുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറയാൻ നിശ്ചയിക്കപ്പെട്ട ആൾ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? വയാ ബാഇയൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരുവീൻ. ഈ ഒരവസരത്തെ ഉപയോഗപ്പെടുത്തി നന്നാകാൻ തീരുമാനിക്കുന്നവരെ മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരുവീൻ. വയാ ബാഹിയ ഷർറ്, ഷർറിൻ്റെ ആളുകളെ അക്സിർ, ചുരുക്കിക്കള, നിർത്ത് പരിപാടി. നിനക്ക് അവസരം വന്നിരിക്കുന്നു. റമളാനിൽ നന്നാകാനല്ല, റമളാനോടുകൂടി നന്നാകാനാണ്. റമളാനോടുകൂടി ജീവിതം മൊത്തം നന്നാകാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മലക്കിനെ അള്ളാഹു ഏർപ്പാടാക്കിയിരിക്കുന്നു വിളിച്ചു പറയാൻ. വയാ ബാഇയൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരുവീൻ. വയാ ബാഇയ ശർറ് അഖ്സിർ, തിന്മ ചെയ്യുന്നവരെ നിർത്തുവിൻ. എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകുക? ആരെ കണ്ടിട്ടാണ് ഈ തിന്മയുമായി മുന്നോട്ട് പോകുക? നിർത്തുവിൻ, അഖ്സിർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാൻ നിശ്ചയിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം വിളിച്ചു പറയുമെന്നർത്ഥം. മാത്രമല്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമളാനിലെ എല്ലാ രാത്രികളിലും നരകമോചനം സംഭവിക്കും. എല്ലാ രാത്രികളിലും. അപ്പോൾ റമളാൻ്റെ രാത്രികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നോമ്പ് നോറ്റ് ക്ഷീണിച്ച് ഞാനങ്ങ് ഉറങ്ങി, അങ്ങനെ ഉറങ്ങരുത്. മറിച്ച് ആ ഒരു ദുന്യവിയായ ഒരു പ്രയാസം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ, പ്രയാസമുണ്ടെങ്കിലും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് റമളാനിൻ്റെ രാത്രികൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഇനി സൗദി അറേബ്യയിലോ ഗൾഫ് രാഷ്ട്രങ്ങളിലോ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ റമളാനിലൊരു ഉംറ ഇപ്പം നമുക്കാർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സാധാരണ ഉംറയല്ല. റമളാനിലെ ഉംറ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഉംറയാണ്.
അതുകൊണ്ട് ആര് നമ്മുടെ ബന്ധത്തിലുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഉംറ ചെയ്യാൻ നമ്മൾ അവരോട് പറയണം. നമ്മുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് നമ്മൾ പറയണം. ഇനി നമുക്ക് ഇനിയുമുണ്ട് ഒരു മാസം, ഒന്ന് പോയി വരാൻ പറ്റുമോ? അവിടെ പണം നമ്മൾ നോക്കേണ്ടതില്ല. ഒരുപക്ഷേ നമ്മുടെ അവസാനത്തെ റമളാൻ ആകാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി അല്ല, അടുത്ത വർഷത്തെ റമളാൻ ഇൻഷാ അല്ലാ എനിക്കൊന്ന് ഉംറക്ക് പോകണം. സഹോദരങ്ങളെ, ചിലരൊന്നും നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നുവോ അവിടെ എന്നെത്താൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. നമ്മൾ കാബയിലേക്ക് തിരിഞ്ഞാൽ നമസ്കരിക്കുന്നത്. നമ്മളിൽ എത്ര പേർ കാബ കണ്ടിട്ടുണ്ട്? പണമില്ലാഞ്ഞിട്ടാണോ? എല്ലാ കാര്യത്തിനും പണമുണ്ട്, കാബ കാണാൻ പണമില്ലെന്നോ? അതുകൊണ്ട് ഹജ്ജിനൊരു പക്ഷേ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഉംറ ചെയ്യാൻ, ആ ഉംറ ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് മദീനയിലും നമുക്ക് പോകാം. കാരണം പുണ്യമാക്കപ്പെട്ട മറ്റൊരു പള്ളിയാണല്ലോ. അതുകൊണ്ട് അതിന് നമ്മൾ കുടുംബസമേതം ഉംറ. കഴിയില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഉംറ. അങ്ങനെ റമളാൻ മാസത്തിൽ ഉംറ ചെയ്താൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്ത കൂലിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ ഫളിലുകൾ മനസ്സിലാക്കി ഹൃദയത്തിലേക്ക് നോമ്പിനെ പ്രവേശിപ്പിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, റമളാനിന് മുമ്പ് നമ്മൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം മുസ്ലിം സമുദായം ഓട്ടോമാറ്റിക്കലി റമളാനിലേക്ക് എത്തുകയല്ല വേണ്ടത്. വളരെ ബോധപൂർവം റമളാനിലേക്ക് എത്തണം. നമ്മുടെ വീടുകളിൽ റമളാനുമായി ബന്ധപ്പെട്ട് അഹ്ലൻ റമളാനിലെ സ്വാഗതം ചെയ്യുന്ന ഖുർആനും ഹദീസും ഉപയോഗിച്ചുള്ള ലിങ്കുകൾ നമ്മൾ കേൾപ്പിക്കണം. അങ്ങനെ റമളാൻ നമ്മുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമളാനിലെ എല്ലാ രാത്രികളിലും എല്ലാ പകലിലും ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്. റമളാനിൽ എത്ര റമളാൻ നമുക്ക് കിട്ടുന്നുവോ അതിലെ ഓരോ പകലും ഓരോ രാത്രിയും നമുക്കൊരു ചാൻസ് ഉണ്ട്. അള്ളാഹിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമുക്കതിന് അവസരം നൽകുമാറാകട്ടെ. അത്രമാത്രം പ്രാധാന്യമുണ്ട്. കാരണം റമളാനിനെ കുറിച്ച് പറയുന്നതിന് ഇടക്ക് സൂറത്തുൽ ബഖറയിൽ കാണാം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. മുഹമ്മദ് നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആനി, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. അതുകൊണ്ട് നോമ്പും ദുആയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മാസവും കൂടിയാണ് പരിശുദ്ധ റമളാൻ. അതിൽ പ്രത്യേകം റസൂലുള്ള പറഞ്ഞു, റമളാനിലെ പകലിൽ ഒരവസരം, റമളാനിലെ രാത്രിയിൽ അവസരം. നമ്മൾ പ്രത്യേക പടച്ചോനെ, നിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് റമളാനിലെ പകലൊരവസരം ഉണ്ട്, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് പടച്ചോനെ, ഞാനിങ്ങനെ ഒരു പാപം ചെയ്തു പോയിട്ടുണ്ട് പടച്ചോനെ, എൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പടച്ചോനെ, എൻ്റെ മക്കളുടെ വിഷയത്തിൽ പടച്ചോനെ, എൻ്റെ കച്ചവടത്തിൻ്റെ വിഷയത്തിൽ പടച്ചവനെ, എൻ്റെ സ്വന്തം കബറിൻ്റെ വിഷയത്തിൽ പടച്ചോനെ എന്ന് നമ്മൾക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നോമ്പിൻ്റെ എല്ലാ പകലിലും നോമ്പിൻ്റെ എല്ലാ രാത്രികളിലും നമുക്ക് അവസരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹു തട്ടിക്കളയില്ല. ഒന്ന് അക്രമിയുടേതാണ്, മറ്റൊന്ന് യാത്രക്കാരൻ്റേതാണ്. അത് നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ല. നമ്മൾ ഒരാളെ ശാരീരികമായി ആക്രമിക്കുമ്പോൾ, നമ്മളൊരാളെ മാനസികമായി ആക്രമിക്കുമ്പോൾ, നമ്മളൊരു പക്ഷേ ഇതര സംസ്ഥാനക്കാരനോട് വളരെ മോശമായി പെരുമാറുമ്പോൾ ചോദിക്കാൻ ആളില്ല എന്ന് വിചാരിക്കരുത്. അവനെങ്ങാനും മാറി നിന്ന് ഒന്ന് കൈ ഉയർത്തിയാൽ കഴിഞ്ഞു നമ്മുടെ കഥ. നമ്മുടെ അക്രമത്തിന് പടച്ചോനെ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ,
എനിക്ക് ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണല്ലോ പടച്ചോനെ, ഞാനൊരു പാവായതുകൊണ്ടാണല്ലോ പടച്ചോനെ, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ. അങ്ങനെ എങ്ങാനും ഒരു വ്യക്തി നമ്മുടെ വിഷയത്തിൽ പടച്ചവനോട് കൈനീട്ടിയാൽ ആ ദുആവിനും പടച്ചവനും അടക്കും, ഒരു മറയുമില്ല. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. യാത്രക്കാരൻ്റെ പ്രാർത്ഥന, അതോടൊപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു സ്വാഇമിൻ്റെ ദുആ. ഒരു നോമ്പുകാരൻ ദുആ ചെയ്താൽ ആ ദുആ ഏതുപോലെയാണ്? ആക്രമിക്കപ്പെട്ടവൻ പ്രാർത്ഥിക്കുന്നത് പോലെ. മുസാഫിറിൻ്റെ ദുആ അതിനോട് ചേർത്താണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമളാൻ ആ നിലക്ക് പരിശുദ്ധ റമളാനിനെ ഹൃദയത്തിലേക്ക് എടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാമതായി സഹോദരി സഹോദരന്മാരെ, വല്ല നോമ്പും ബാക്കിയുണ്ടോ? 2024 റമളാനിൽ നോൽക്കാൻ ബാക്കിയായ വല്ലതുമുണ്ടോ? നമ്മളുടെ അശ്രദ്ധ മൂലം അത് അങ്ങനെയൊക്കെ മദീന്ന് വിചാരിച്ചു പോയോ എങ്കിൽ അത് വലിയ അപകടമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമസ്കാരം ഒഴിവാക്കുന്നവരെ, ഒരു കാരണവുമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവർ മദ്യപാനികളെക്കാൾ മോഷ്ടാക്കളെക്കാൾ മോശമാണ് എന്നാണ്. മോഷണം തൊഴിവാക്കിയ മനുഷ്യന്മാരെ നമ്മളെങ്ങനെ കാണുക? കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ നമ്മളെങ്ങനെ കാണുക? അതിനേക്കാൾ മോശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുത്ത് നന്നാകാൻ കൊടുത്ത നമസ്കാരത്തെ അവഗണിച്ചു കളഞ്ഞു, നോമ്പിനെ അവഗണിച്ചു കളഞ്ഞു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, എനിക്കൊരു അമല് പറഞ്ഞു തരണം, ഒരമല് പറഞ്ഞു തരണം രക്ഷപ്പെടാൻ വേണ്ടി. റസൂലുള്ള പറഞ്ഞു കൊടുത്ത അമൽ, നീ നോമ്പനുഷ്ഠിക്കുക, റമളാനിലെ നോമ്പനുഷ്ഠിക്കുക. അതിന് പകരം നിൽക്കുന്ന മറ്റൊരു അമൽ ഇല്ല. റമളാനിലെ നോമ്പിന് പകരം നിൽക്കുന്ന മറ്റൊരു അമൽ ഇല്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനിയും സഹോദരങ്ങളെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി നോമ്പുകാരനായിരിക്കെ മരിച്ചാൽ ഖുത്തിമ ലഹു ബിഹാ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മളെപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല. റമളാനിലെ നോമ്പ് നോറ്റുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ഖുത്തിമ ലഹു ബിഹാ ദഖലൽ ജന്ന, ആ ഒരൊറ്റ കാരണത്താൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ ആഗ്രഹിക്കണം എന്നല്ല, മറിച്ച് അങ്ങനെ ഒരു മരണമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വലിയ സന്തോഷം നിറഞ്ഞ ഒരു മരണമായിരിക്കും അത് എന്നർത്ഥം. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ്. ആ കവാടം ഒരു സമയമായാൽ പിന്നീട് തുറക്കില്ല, അടക്കപ്പെടും. എപ്പോഴാണ് അടക്കപ്പെടുക എന്നറിയുമോ? നോമ്പുകാർ അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അവസാനത്തെ നോമ്പുകാരനും കഴിഞ്ഞാൽ പിന്നീട് റയ്യാൻ എന്ന കവാടം അടക്കപ്പെടും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹം റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ ആ കാരണത്താൽ ആ വ്യക്തി നരകത്തിൽ നിന്നും 70 ഖരീഫ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും ആ വ്യക്തി അകറ്റപ്പെടും. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ കൂലിയുണ്ടോയെന്ന്. യഥാർത്ഥ നോമ്പിനെ പറ്റിയായി പറയുന്നത്. ആദ്യം പറഞ്ഞ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി ഈമാനോടുകൂടി ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുകയാണ്, അസ്സിയാമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് കൂലി കൊടുക്കും. അപ്പോൾ നിസ്കാരം അല്ലാഹുക്കുള്ളതല്ലേ? ഹജ്ജ് അല്ലാഹുവിനുള്ളതല്ലേ? സക്കാത്ത് അല്ലാഹുവിനുള്ളതല്ലേ? തീർച്ചയായും. പിന്നെന്തിനാ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്? അസ്സിയാമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാനതിന് കൂലി കൊടുക്കും. നമുക്ക് 6 മക്കളുണ്ട് എന്ന് കരുതുക. അതിൽ ഒരു മകന് റാങ്ക് കിട്ടി, അവൻ എൻ്റെ മോനാണ് എന്നതിൻ്റെ അർത്ഥം ബാക്കി 5 എൻ്റെ മക്കളല്ല എന്നല്ല. അഭിമാനമാണ്. ഒരു മാതാവിന് പിതാവിന് ആ മാതാവിൻ്റെ പിതാവിൻ്റെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഖൈറായ കാര്യത്തിൽ മുന്നേറുമ്പോൾ അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ മുന്നേറുമ്പോൾ ഒരു മാതാവിന് പിതാവിന് അഭിമാനമുണ്ടാകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഉടമ ആ അടിമകളിൽ അവർ ചെയ്യുന്ന എല്ലാ ഇബാദത്തിനും റബ്ബാണ് കൂലി കൊടുക്കുക.
പക്ഷേ സഹോദര സഹോദരി, നോമ്പ് നോറ്റോന്ന് ആർക്കറിയാം? ഒരാൾ നോമ്പ് തുറക്കാൻ വന്നിട്ട് ഇന്ന് ഭയങ്കര ക്ഷീണമാണ്, മുപ്പര് നോമ്പ് പറ്റിട്ടില്ല. ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതുകൊണ്ട് ഒരു വ്യക്തി നോമ്പ് നോറ്റോ ഇല്ലേ, ഭാര്യക്കോ ഭർത്താവിനോ വീട്ടുകാർക്കോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അഥവാ നമുക്ക് ഈമാനുണ്ട് എന്നും ഉറപ്പിക്കാൻ പറ്റുന്ന ഇബാദത്താണ് നോമ്പ്. നല്ല വിശപ്പ്, പടച്ചോനെ നല്ല വിശപ്പുണ്ട്, സഹിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ നോമ്പ് തുറക്കൂല, ഞാൻ നോമ്പ് മുറിക്കൂല, പടച്ചോനെ എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതുകൊണ്ട് അഭിമാനത്തോടുകൂടി നമ്മൾ നോമ്പ് നോൽക്കുക. അതുകൊണ്ടാണ് അസ്വിയാമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാനതിന് പ്രതിഫലം നൽകും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുത്ബയിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നോമ്പാകുന്ന ഈ മഹത്തായ ഇബാദത്തിനെ നെഞ്ചോട് ചേർത്ത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും